മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടുകൾ. അദ്ദേഹം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നു, കോൺഗ്രസ് നേതാക്കളുമായോ ഒന്നും ആലോചിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആരും വലിയ പ്രതിഷേധമൊന്നും കോൺഗ്രസിനകത്ത് നിന്ന് ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ല. കാരണം 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനാണ് UDF ജയിക്കുന്നത്. UDFനെ നയിച്ചത് വി ഡി സതീശനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരെ വലിയ പ്രതിഷേധമോ അതല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള പ്രതികരണമോ കോൺഗ്രസിനകത്ത് നിന്ന് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. ആരും അതിന് മെനക്കെട്ടിട്ടുമില്ല. എന്നാൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ നിന്ന് നാം കേട്ടിട്ടുമുണ്ട്. അത് തുടങ്ങിയത് VR അനൂപാണ്, കോൺഗ്രസിൻ്റെ വക്താവാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയതിന് എതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം രംഗത്ത് വന്നത്. അതിനുശേഷം പൊട്ടിത്തെറിച്ചത് PM നിയാസാണ്. അതിനുശേഷം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ അലോഷ്യസ് ആണ്. ഇപ്പോഴിതാ VR അനൂപ് വളരെ ശക്തമായി മുഖ്യമന്ത്രിയെ, സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: PM നിയാസ് എന്ന KPCCയുടെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തിയുടെ സംഘപരിവാർ ബന്ധത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ബോധ്യം അവതരിപ്പിക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് അനുവദിച്ച് കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയോട് പ്രീണന നിയമനത്തിൽ പരാതി ഉന്നയിച്ച അലോഷ്യസ് സേവ്യറിനും ഇതുവരെ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കപ്പെട്ടിട്ടില്ല. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച ആ അനുഭാവപൂർണമായ സമീപനമെങ്കിലും KPCCയുടെ ജനറൽ സെക്രട്ടറിയോടും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോടും കാണിക്കേണ്ടതായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അത് അവർ അർഹിക്കുന്നുണ്ട് സാർ. അത് അവരുടെ അവകാശമാണ് സാർ. ഇത് അവരുടെ കൂടി സർക്കാരാണ് സാർ. ഇത് ഞങ്ങളുടെ കൂടി സർക്കാരാണ് സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. വളരെ രൂക്ഷമായി വി ഡി സതീശനെ ട്രോളിക്കൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് VR അനൂപിൻ്റെ. അതിൻ്റെ അവസാന പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം, നിർണായകമാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളായ ശശികലയോടും RV ബാബുവിനോടും കാണിച്ച ആ അനുഭാവപൂർണമായ സമീപനമെങ്കിലും KPCCയുടെ ജനറൽ സെക്രട്ടറിയോടും KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോടും കാണിക്കേണ്ടതായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. അത് അവർ അർഹിക്കുന്നുണ്ട് സാർ. അത് അവരുടെ അവകാശമാണ് സാർ. ഇത് അവരുടെ കൂടി സർക്കാരാണ് സാർ. ഇത് ഞങ്ങളുടെ കൂടി സർക്കാരാണ് സാർ എന്ന്. ഇത് ആരുടെ സർക്കാരാണ്? ഇത് വി ഡി സതീശൻ്റെ മാത്രം സർക്കാരല്ല. ഈ സർക്കാർ കോൺഗ്രസിൻ്റെ സർക്കാരാണ്, UDFൻ്റെ സർക്കാരാണ്. കോൺഗ്രസിന് വേണ്ടി അടികൊണ്ടവരാണ് KSUക്കാർ. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് എത്രയോ തവണ ജയിലിൽ പോകേണ്ടി വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും സാധാരണ പ്രവർത്തകരുമുണ്ട്, KSUവിൻ്റെ പ്രവർത്തകരുമുണ്ട്. അവർക്ക് ഒരാവശ്യം ഉന്നയിച്ച് പോകാൻ കഴിയുന്നില്ല. സേവ്യർ അലോഷ്യസ് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ സമരം ചെയ്യാൻ ഇങ്ങോട്ട് വിളിച്ചവർ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായും അവഗണിക്കുകയാണ് KSUവിനെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു, ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിക്കാൻ തീരുമാനമെടുക്കേണ്ടത് ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ? അതൊന്നും പറ്റില്ല, നോ 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 എന്ന് പറഞ്ഞത് നാം കേട്ടു വി ഡി സതീശന്റെ വാക്കുകൾ. ആരാണ് KSU? എന്താണ് യൂത്ത് കോൺഗ്രസ്? ആരാണ് KPCC ജനറൽ സെക്രട്ടറി എന്നൊക്കെ ചോദിക്കുന്ന സമയമായി മാറിയിട്ടുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാം വരുന്നത് വി ഡി സതീശനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം കനക്കുന്നതും. കോൺഗ്രസിനകത്ത് നിന്ന് ഇപ്പോൾ ഒറ്റപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയില്ല. ആരൊക്കെയാണ് പ്രതിഷേധിച്ചത്? കോൺഗ്രസിന്റെ വക്താവ്, KPCCയുടെ ജനറൽ സെക്രട്ടറി, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയവരാണ് പ്രതിഷേധിക്കുന്നത് എന്നോർക്കണം. ചെറിയ പ്രതിഷേധമല്ല, വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിനകത്ത് നിന്ന് ഉയർന്നു വരുന്നത്. നാളെ അത് ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ എന്നതേ ഇനി അറിയാനുള്ളൂ.